2026 വേണ്ടി മാത്രമല്ല ഒരുങ്ങുന്നത്. 2025 നടക്കാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുവാനും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തമാക്കുവാനുമുള്ള ഒരു നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരം ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായി തന്നെ ഞങ്ങൾ കാണുന്നു. അത് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അതേ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അത് പൊതു തെരഞ്ഞെടുപ്പാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു 100 സീറ്റ് എങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനമായി ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. UDF കൺവീനർ എന്ന നിലയ്ക്ക് UDF വിപുലീകരിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാകും. UDF പലതരത്തിലും ഞങ്ങളെ വിട്ടുപോയിട്ടുള്ളവരുണ്ട്. അത് പല ഘട്ടങ്ങളിലായി വിട്ടുപോയിട്ടുള്ളവരുണ്ട്. അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് മനസ്സിലെ ആഗ്രഹം. പക്ഷേ അത് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. UDFൻ്റെ മറ്റ് നേതാക്കന്മാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അതുകൂടാതെ പ്രതിപക്ഷ നേതാവുണ്ട്, അതേപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ ഓരോരുത്തരുമുണ്ട്. അവരുമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ UDFൻ്റെ തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും അത്തരം വിപുലീകരണത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. ജോസ് കെ മാണി ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചുകൊണ്ടുവരുന്ന ആഗ്രഹമുണ്ടോ UDFന്? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. നേരത്തെ തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അത് ഏത് തരത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ വിട്ടുപോയത് ശരിയല്ല എന്ന അഭിപ്രായം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ PV അൻവറിനെ UDFൽ എടുക്കാനുള്ള നിലവിലെ തടസ്സം എന്താണ് കൺവീനർ? ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അല്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിനുള്ള അവസരം യഥാർത്ഥത്തിൽ അടച്ച് അത് മറ്റാരുമല്ല. അത് അടച്ചത് അതിനുള്ള അവസരം ഇല്ലാതാക്കിയത് അൻവർ തന്നെയാണ്. ഞാനാണ് ഏറ്റവും അവസാനമായി അൻവറുമായി സംസാരിച്ചത്. അൻവറുമായി സംസാരിക്കുന്നതിന് മുമ്പ് ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട UDFൻ്റെ നേതാക്കന്മാരുമായി ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ഗൂഗിൾ മീറ്റിൽ നടത്തിയ ചർച്ചയും അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായവുമാണ് എന്നെ ചുമതലപ്പെടുത്തി അൻവറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞാൻ തന്നെയാണ് ശ്രീ അൻവറിനെ അവസാനമായി വിളിക്കുന്നത്. വിളിച്ചതിന് ശേഷമാണ് ഞാൻ മീഡിയാസിനെ കാണുന്നത്. അവസാനം ഒരു നിബന്ധന പറഞ്ഞു, അപ്പോൾ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അവസരം അടഞ്ഞു. അല്ല, എന്ത് നിബന്ധന പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, അത്തരത്തിൽ ഒരു നിബന്ധനയും എന്നോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹം. അല്ല, അത് അദ്ദേഹം നേരത്തെ ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും. പക്ഷേ എന്നോട് അത്തരത്തിലുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ഒരു വിഘടിച്ച് ഒരു അഭിപ്രായം പറയുകയല്ല. അതേക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് അതിന് ഏത് തരത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുവരും. അല്ല, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. അത് പിന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനെതിരെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശ്രമം എങ്കിൽ അത് നടക്കില്ല.
അത് നടക്കില്ല എന്ന് പറയുന്നത് വളരെ ബോധപൂർവമായി പറയുന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDF നേതാക്കന്മാരുമായി ഒക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പുനഃപരിശോധന ഉണ്ടാകണം എങ്കിൽ തന്നെ ഞങ്ങൾ ആലോചിക്കും. ഇപ്പോഴുള്ള തീരുമാനം ആ അവസരം അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇനി വീണ്ടും അങ്ങോട്ട് സമീപിച്ചാൽ പുള്ളി വീണ്ടും ഇങ്ങോട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ വീണ്ടും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആലോചിക്കും, അങ്ങനെയല്ലേ? അല്ല, UDFുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ UDFിലെ ചർച്ച ചെയ്യത്തുള്ളൂ. അതല്ലാതെ പുറത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുകയല്ല. അത് അല്ല, അപൂർണമായി വാതിലടച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കെതിരെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾക്കെതിരെ UDFിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മത്സരിച്ചത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ എപ്പോഴും അത് മനസ്സിലുണ്ടാകുന്ന അഭിപ്രായമാണ്. തീർച്ചയായിട്ടും അത് വിലയിരുത്തൽ നടത്തും. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. ആ തീരുമാനം കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്, അങ്ങനെയല്ലേ കൺവീനറും പറയുന്നത്? തൽക്കാലം അല്ല, ആദ്യത്തെ കാര്യം അൻവറുമായി സംസാരിക്കാൻ കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ചുമതലപ്പെടുത്തുന്നതും ആ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ശ്രീ അൻവറുമായി ഞാൻ സംസാരിക്കുന്നതും ആ സംസാരത്തിന് ശേഷം ആണ് ഞാൻ മീഡിയാസിനെ കാണുകയും ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയല്ലോ.